അല്ല, മന്ത്രിയെ കയ്യേറ്റം ചെയ്തു എന്ന വാർത്ത അവാസ്തവമാണ്. ഞാനും അതിന്റെ വിഷ്വലുകൾ കണ്ടു. വളരെ ക്ലാരിറ്റിയോടെയുള്ള വിഷ്വൽ എന്റെ പക്കലുമുണ്ട്. സ്വാഭാവികമായിട്ടും ജനാധിപത്യപരമായ രീതിയിലേക്ക് പ്രതിഷേധം രേഖപ്പെടുത്തിയെന്ന ഒരു യാഥാർത്ഥ്യമാണ്. കാരണം നമുക്കറിയാം, കേരളത്തിൽ വലിയ രീതിയിൽ ആരോഗ്യ മേഖല വലിയ പ്രതിസന്ധിയിലാകുമ്പോൾ, വലിയ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വലിയ പ്രതിസന്ധിയിലേക്കും പോകുമ്പോൾ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിയെന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അത് യാതൊരു തരത്തിലും മന്ത്രിയെ കയ്യേറ്റം ചെയ്തിട്ടില്ല. വലിയ സുരക്ഷാ സന്നാഹങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് മന്ത്രി അവിടെ വന്നത്. ഈ പ്രതിഷേധക്കാർ അവിടെ എത്തുമ്പോൾ ഈ പറയുന്ന പോലീസ് സന്നാഹം മന്ത്രിയെ വളയം വഹിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് മന്ത്രിയുടെ കഴുത്തിലും കൈക്കുമൊക്കെ പരിക്കേൽക്കുന്നത്? അല്ല, സ്വാഭാവികമായും ഞങ്ങൾ കണ്ട വിഷ്വലുകളുടെ അടിസ്ഥാനത്തിലും അവിടെയുള്ള ഭാരവാഹികളുമായി ബന്ധപ്പെട്ടപ്പോഴും യാതൊരു തരത്തിലും മന്ത്രിയുടെ അടുത്തെത്തിയിട്ടില്ല. മന്ത്രിയുടെ ദേഹത്ത് ഇതിന്റെ പ്രതിഷേധക്കാരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന തരത്തിലേക്ക് എത്തിയിട്ടില്ലെന്ന് വളരെ ക്ലാരിറ്റിയോടുകൂടി വിഷ്വലുകളിൽ ഞങ്ങൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടപ്പോഴും പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഉണ്ടായ സ്വാഭാവികമായിട്ടും പോലീസിന്റെ സംരക്ഷണ വലയം തീർത്തപ്പോൾ അതിനിടയിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചു എന്നതിനെപ്പറ്റി ഞങ്ങൾക്ക് വ്യക്തതയില്ല. പിന്നെ കൂടുതൽ വിഷ്വലുകളും അതേപോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ടുകളും എല്ലാം പുറത്തു വരുമ്പോൾ അതിൽ വ്യക്തത വരുത്താമെന്നാണ് കരുതുന്നത്. എത്ര പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനകത്തുള്ള കരിങ്കുടി പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നു ആലോചി? അല്ല, സ്വാഭാവികമായും 10-15ഓളം കേസിന്റെ പ്രവർത്തകരുണ്ടായിരുന്നു. ഞങ്ങൾക്കിതിൽ മനസ്സിലാക്കുന്നത് മന്ത്രി രക്തസാക്ഷി പരിവേഷത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലേക്ക് വാർത്തകളെ കൊണ്ടുപോകുന്നു എന്നതിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഈ ആദ്യഘട്ടത്തിൽ. കാരണം ഞങ്ങൾക്ക് ലഭ്യമായ വിഷ്വലുകളുടെ അടിസ്ഥാനത്തിലും അവിടെ നിന്ന് ഞങ്ങൾ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾക്ക് മനസ്സിലായത് മന്ത്രിയുടെ അടുത്തെത്തിയിട്ടില്ല. കാരണം അത്രത്തോളം പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു മന്ത്രിക്ക് ചുറ്റും. അലോഷ്യ സേവ്യർ, ഇവിടെ ഇത്തരം കരിങ്കുടി പ്രതിഷേധങ്ങൾ കേരളത്തിൽ പുതിയതൊന്നുമല്ല. പക്ഷേ എല്ലാ സമരങ്ങൾക്കും അതിൻ്റെതായ ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ട സമരങ്ങളിലേക്ക് നിങ്ങൾ ആരോഗ്യമന്ത്രിക്കെതിരെ പോകുന്നത് എന്തിനാണ്, ശ്രീ അലോഷ്യ സേവ്യർ? അല്ല, സ്വാഭാവികമായും ആ പരിധി വിട്ടു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ കേരളത്തിലെ സാധാരണപ്പെട്ട ആശുപത്രികളിൽ ചെല്ലുമ്പോൾ പഞ്ഞി മൂക്കിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടുന്ന സാഹചര്യമാണ്. വലിയ പ്രതിസന്ധിയിലാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇരിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു വിശ്വാസത്തോടുകൂടി ധൈര്യപൂർവ്വം ഒരു ആശുപത്രിയിൽ പോകാൻ സാധിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ജനകീയ രോക്ഷം ആളിക്കത്തുക എന്നത് ഇതിന്റെ സ്വാഭാവികമായിട്ടും ഉള്ള ഇതിന്റെ ഒരു പ്രതികരണമാണ്, അതിന്റെ ഒരു പ്രതിഫലനമാണ്. പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ അതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നത്. അല്ലാതെ മന്ത്രി ഇവിടെ രക്തസാക്ഷി പരിവേഷം സൃഷ്ടിക്കേണ്ട യാതൊരു കാര്യമില്ല. മന്ത്രിയുടെ ദേഹോപദ്രവം വരുത്തിയിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് കണ്ട ഞങ്ങൾ വിഷ്വലിന്റെ അടിസ്ഥാനത്തിലും അവിടെയുള്ള ഭാരവാഹികളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോഴും ഞങ്ങൾ മനസ്സിലാക്കിയത്. സ്വാഭാവികമായിട്ടും മന്ത്രി ഒരു രക്തസാക്ഷി പരിവേഷം സൃഷ്ടിക്കാൻ സ്വാഭാവികമായിട്ട് ശ്രമിക്കും. കാരണം മന്ത്രിക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. സർക്കാരിനെതിരെ ഇല്ലാത്ത കഴുത്തുവേദന ഉണ്ടാവുമോ, ഇല്ലാത്ത കയ്യിലെ മുറിവ് ഉണ്ടാവുമോ അലോഷ്യ സേവ്യർ? അങ്ങനെ മന്ത്രി ഇല്ലാത്ത രക്തസാക്ഷി പരിവേഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അല്ല, അത് സ്വാഭാവികമായി പരിശോധിക്കപ്പെടണം. അത് സ്വാഭാവികമായി പരിശോധിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് അതിൽ ക്ലാരിറ്റി വരും.